ഹായ് ഓൾ, വെൽക്കം ടു അനദീപ്സ് ബ്ലോഗ്സ്. നമ്മൾ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫയർമാൻ, ഫയർ വുമണ്, അതുപോലെ ഫയറുമായി ബന്ധപ്പെട്ട ഡ്രൈവർ പോസ്റ്റുകൾ എന്നിവർക്കൊക്കെ ആവശ്യമുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡിൽ ഫയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ 9 മാർക്കും ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ 9 മാർക്കുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. നോക്കണം, ദേശീയ അഗ്നിസേന ശമന ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 14. അപ്പോൾ ശ്രദ്ധിക്കണം, ദേശീയ അഗ്നിസേന ശമന ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ നമ്മുടെ ഉത്തരം ഏപ്രിൽ 14. എന്നാൽ അഗ്നിശമന പതാക ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം മാർച്ച് 8. ശ്രദ്ധിച്ച് ഈ 2 പോയിന്റ് മറക്കരുത്. ദേശീയ അഗ്നിസേന ശമന ദിനം ചോദിച്ചാൽ അത് ഏപ്രിൽ 14. അഗ്നിശമന പതാക ദിനം ചോദിച്ചാൽ അത് മാർച്ച് 8 മറക്കണ്ട. ഇനി ഓക്സിജനുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഓക്സിജൻ എന്താണ് പ്രാധാന്യം? ഭയങ്കര പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, കത്താൻ ഓക്സിജൻ ആവശ്യമുണ്ട്, അല്ലെ? തീ എന്ന് പറയുന്ന സംഭവം വരണമെങ്കിൽ കൃത്യമായിട്ട് ഓക്സിജൻ വേണം. തുടക്കത്തിലേ പറയാം, തീ കെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗവും ഓക്സിജന്റെ സാന്നിധ്യത്തെ അവിടെ നിന്നും മാറ്റുക എന്നതും കൂടിയാണ്. ഓക്കെ, വഴിയ കാര്യങ്ങളൊക്കെ പിടികിട്ടും. തീ പിടിക്കാൻ വായുവിൽ കുറഞ്ഞത് 16% ഓക്സിജൻ വേണം. അപ്പോൾ ഒരു തീ പിടിക്കാനായിട്ട് വായുവിൽ കുറഞ്ഞത് 16% ഓക്സിജന്റെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ 21% ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ, നമ്മൾ ശ്വസിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, ഈ വായുവിൽ 21% ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. 16% മതി കത്താൻ. അതുകൊണ്ട് തന്നെ 21% എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തീ ആളിപ്പടരാനോ നിലനിർത്താനോ മതിയാവുന്ന ഒരു അളവാണ്. എന്നാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ 25% മുകളിലാണ് ഓക്സിജൻ എങ്കിൽ കാട്ടുതീയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ തീപിടുത്തങ്ങൾക്കോ അത് കാരണമാകാം. ഈ തീയുടെ ഒരു പ്രശ്നം, ഈ തീയെ നമുക്ക് പെട്ടെന്ന് അണയ്ക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ പോയിന്റ് മനസ്സിലായിക്കോ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് 21%. 16% ഓട്ടോമാറ്റിക്കായിട്ട് തീ കത്തി തുടങ്ങും. എന്നാൽ ഓക്സിജന്റെ അളവ് 25% എങ്കിൽ കാട്ടുതീ പോലെയുള്ള തീകൾക്കോ അതുപോലെ അത് ഭയങ്കരമായ തീകളോ ഉണ്ടാവാൻ കാരണമാകും. ഇനി അങ്ങനെ ഉണ്ടാകുന്ന തീയാണെങ്കിലോ പെട്ടെന്ന് അണയ്ക്കാനും കഴിയില്ല. കാരണം ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടുന്നതിനനുസരിച്ച് കത്തലും കൃത്യമായിട്ട് നടക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 5 പോയിന്റ് നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ദേശീയ അഗ്നിസേന ശമന ദിനം ഏപ്രിൽ 14 പഠിച്ചു. അഗ്നിശമന പതാക ദിനം നമ്മൾ മാർച്ച് 8 എന്ന് പറഞ്ഞു. അതുപോലെ തീ പിടിക്കാനായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 16% വായു വേണം, ഓക്സിജൻ വേണം. എന്നാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ 21% ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. അതായത് കത്തുന്നതിന്, തീ കത്താനോ അല്ലെങ്കിൽ അത് ആളിപ്പടരാനോ ഉള്ള ആവശ്യത്തിനുള്ള ഓക്സിജൻ 21% ഉണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ 25% മേലെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടിയാൽ കാട്ടുതീ പോലുള്ള വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമാകും. കാട്ടുതീയെ അണയ്ക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ കാലിഫോർണിയയിലും മറ്റുമൊക്കെ നടന്ന തീപിടുത്തം, ഈ ഇടയ്ക്ക് നടന്ന തീപിടുത്തം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് അണയ്ക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് പറയുന്നത് അവിടെ ഓക്സിജന്റെ അളവ് കൂടുതലാണ്, ചൂട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ ഒരു അനുകൂലമാണ് ഓക്സിജന്റെ അളവ് എന്ന് പറഞ്ഞത്. എപ്പോഴും മനസ്സിലാക്കണം, തീ കത്തുന്നതിനായിട്ട് 3 സംഭവങ്ങൾ ആവശ്യമുണ്ട്. അത് 3ഉം കറക്റ്റ് അനുകൂലമായി വന്നാൽ തീ പെട്ടെന്ന് കത്തുന്നതാണ്, അല്ലെങ്കിൽ തീ കത്തി പടരുന്നതാണ്. അതിൽ ഒരു ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. മറ്റു ഘടകങ്ങളും വേറെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നോക്കണം, ജ്വലന ത്രികോണം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഓക്സിജൻ മാത്രമല്ല വേറെയും ചില സാധനങ്ങൾ അനുകൂലമായി വന്നാലേ തീ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, എന്താണ് ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം? എന്താണ് മക്കളെ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോടാ. ജ്വലനം നടക്കാനായിട്ട് നമുക്ക് താപം ആവശ്യമുണ്ട്, ഓക്സിജൻ ആവശ്യമുണ്ട്, ഇന്ധനം ആവശ്യമുണ്ട്. അപ്പൊ താപം, ഓക്സിജൻ, ഇന്ധനം എന്നിങ്ങനെയുള്ള 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലേ അവിടെ ജ്വലനം നടക്കൂ എന്ന് മനസ്സിലാക്കണം.
താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ ഘടകങ്ങൾ അവിടെ ജ്വലനത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ കത്തിയ തീയെ നിർത്താനും ഇതിലേതെങ്കിലും ഒരാളെയോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ ഒഴിവാക്കണം എന്നതും മനസ്സിലാക്കണം. അല്ലെ, ഇവര് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അവിടെ ജ്വലനം. അതായത് ഒരു 3 ത്രികോണമുണ്ടെങ്കിൽ ത്രികോണത്തിന് 3 വശമുണ്ട്. അതിൽ ഒരു വശമില്ലെങ്കിൽ ത്രികോണം എന്ന സംഭവമില്ല. മനസ്സിലായോ? ഒരു വശമില്ലെങ്കിൽ ത്രികോണം എന്ന സംഭവമില്ല. അതായത് തീ കത്തണമെങ്കിൽ ഈ ത്രികോണം വരണം. ഈ ത്രികോണത്തിലെ ഒന്ന് മാറ്റിയാൽ തീ അണയുമെന്നും മനസ്സിലാക്കുക. അപ്പൊ ഈ 3 ഘടകങ്ങളെ ത്രികോണത്തിന്റെ 3 വശങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്ന പേര് വിളിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു വശമില്ലെങ്കിൽ ത്രികോണമില്ലാത്തതുപോലെ ഇതിലൊന്നിന്റെ അഭാവം ജ്വലനം സാധ്യമാക്കില്ല എന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ജ്വലനത്തിന്റെ ഘടകങ്ങളായ ഇന്ധനം, അതുപോലെ നമ്മുടെ താപം, അതുപോലെ നമ്മുടെ പറഞ്ഞ ഓക്സിജൻ, ഇതെല്ലാം ശരിയായ അളവിലുണ്ടെങ്കിലും പര്യാപ്തമായ അളവിലുള്ള താപം ലഭിക്കുമ്പോൾ മാത്രമേ ജ്വലനം സംഭവിക്കൂ. അപ്പോ ജ്വലനത്തിന് ഒരു താപപരിധിയുണ്ട്. ആ പരിധിയിലേക്ക് എത്തിയാലേ ജ്വലനം സംഭവിക്കൂ. അതായത് ഇന്ധനമുണ്ട്, ഓക്സിജനുണ്ട്, ഒരു കുഞ്ഞു ചെറിയ അളവിൽ താപവുമുണ്ട്. അവിടെ കത്തൂല. കത്തണമെങ്കിൽ, ജ്വലനം ആരംഭിക്കണമെങ്കിൽ താപം ഒരു അളവിൻ്റെ മേൽ കൂടണം. അങ്ങനെ കൂടിയാൽ മാത്രമേ അവിടെ ജ്വലനം സംഭവിക്കൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 ഭാഗമായിട്ട് നമ്മൾ ഇവരെ കണക്കാക്കുന്നു: ഓക്സിജനെയും ഹീറ്റിനെയും ഫ്യൂവലിനെയും. ഓക്കെ, എന്നാൽ ഈ 3-ല് ഓക്സിജൻ ഉണ്ട്, ഫ്യൂവലും ഉണ്ട്, താപവും ഉണ്ട്. പക്ഷേ താപം എന്ന് പറയുന്നതിൻ്റെ അളവ് കൂടണം. അതായത് ആ ഭാഗത്ത് അവിടുത്തെ ഇന്ധനത്തിന്റെ എല്ലാം അളവനുസരിച്ച് ഒരു നിശ്ചിത താപം വന്നാലേ അവിടെ തീ കത്തത്തുള്ളൂ, അല്ലാതെ തീ കത്തത്തില്ല. അപ്പം താപം എന്ന് പറയുന്ന കാര്യം ഓർക്കണം. പര്യാപ്തമായ അളവിലെ താപമുണ്ടെങ്കിലാണ് ജ്വലനം ആരംഭിക്കുന്നത് എന്നതും നിങ്ങൾ അവിടെ മറക്കണ്ട. അപ്പോ ജ്വലന ത്രികോണം സെറ്റാണല്ലോ മക്കളെ, സെറ്റാണല്ലോ. പഠിച്ചു പൊക്കോളണ ഈ സാധനം. കുറച്ച് സിമ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏരിയ ആണ്. പക്ഷെ അത് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ സെറ്റായിട്ടിരിക്കും. അപ്പോൾ ജ്വലന ത്രികോണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. താപം, ഓക്സിജൻ, ഇന്ധനം, ഇത് 3ഉം വേണം. പക്ഷെ അവിടെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ശരിയായ അളവിൽ അല്ലെങ്കിൽ പര്യാപ്തമായ അളവിലുള്ള താപം ലഭിക്കുമ്പോൾ മാത്രമേ അവിടെ ജ്വലനം ആരംഭിക്കുകയുള്ളൂ. ഇത് 3ഉം ഇങ്ങനെ ഇരിക്കുകയാണ്. താപവും ഉണ്ട്, പക്ഷെ താപം ഇവിടെ കുറവാണെങ്കിൽ അവിടെ കത്തൂല. കത്തണമെങ്കിൽ അതിനനുസരിച്ച് താപം അവിടെ നമ്മൾ കൂട്ടി കൊടുക്കുകയോ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയോ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അവിടെ വരുമ്പോൾ അവിടെ കത്തലുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. നമ്മൾ അന്തരീക്ഷത്തിൽ എന്തായാലും ഒരു താപം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നമ്മുടെ അന്തരീക്ഷത്തിനൊരു താപമുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ താപം ഉണ്ട് എന്നതുകൊണ്ട് എല്ലാ സാധനവും കത്തണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. സെറ്റല്ലേടാ? നമുക്കിനി അടുത്ത് നോക്കാം. അടുത്ത് വേറൊരു സാധനമുണ്ട്, ഫയർ ടെട്രാഹൈഡ്രോൺ എന്ന് പറയുന്ന ഒരു സാധനം. ഫയർ ടെട്രാഹൈഡ്രോൺ ആണ് തീ ആരംഭിക്കുന്നതിനും കത്തുന്നത് തുടരുന്നതിനും ആവശ്യമായ 4 ഘടകങ്ങളെ വിശദീകരിക്കുന്ന മാതൃക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞ ജ്വലന ത്രികോണം എന്ന് പറയുന്നത് ജ്വലനം നടക്കാനാണ് എങ്കിൽ ഇവിടെ ജ്വലനം നടക്കാനും അല്ലെങ്കിൽ ആരംഭിക്കാനും ആ കത്തൽ തുടർന്നു പോകാനും ആവശ്യമുള്ള 4 ഘടകങ്ങൾ ശ്രദ്ധിക്കണം. ജ്വലനം തുടങ്ങാനും അല്ലെങ്കിൽ ആരംഭിക്കാനും അത് തുടർന്നു പോകാനും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണം. തൊട്ടു മുമ്പേ പറഞ്ഞത് ജ്വലനം തുടങ്ങണമെങ്കിൽ അവിടെ നമ്മൾ ഫയർ ട്രയാങ്കിൾ പറഞ്ഞു. എന്നാൽ ആ ജ്വലനം തുടങ്ങുകയും അത് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യണമെങ്കിൽ ഫയർ ടെട്രാഹൈഡ്രോൺ ആണ്. വേറൊന്നുമില്ല. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ഫയർ ട്രയാങ്കിളിൽ ആരൊക്കെ? ഇന്ധനം പറഞ്ഞു, ചൂട് പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു. അതായത് ഇന്ധനം അവിടെ വേണം, ഓക്സിജൻ അവിടെ വേണം, 3 താപനില അവിടെ വേണം, ചൂട് വേണം. എന്നാൽ ആ താപനിലയോ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഒരു നിശ്ചിത താപനിലയിലേക്ക് എത്തണം. ആ നിശ്ചിത താപനിലയെ നമുക്ക് ജ്വലന പോയിന്റ് എന്ന് വിളിക്കാം. കേട്ടോ, ജ്വലന പോയിന്റ് എന്ന് വിളിക്കാം. അപ്പോ ഒരു ജ്വലന പോയിന്റിലേക്ക് എത്തുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്തരീക്ഷത്തിലെ ചൂട് മാത്രം പോരാ, ഒരു നിശ്ചിത ചൂട് ഇങ്ങനെ കൂടി വരണം. അത് നമ്മൾ കൊടുക്കുകയോ സ്വാഭാവികമായിട്ട് വരികയോ ചെയ്യും.
അങ്ങനെ ആ ചൂടിന്റെ അളവിനെയാണ് നമ്മൾ പറയുന്നത് ജ്വലന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ തീ കത്താനായിട്ടൊരു നിശ്ചിത പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ താഴെ പോയാൽ തീ കത്തില്ല, ഈ പോയിന്റിന്റെ മേലെ പോയാലും തീ കത്തില്ല, അതിനിടയ്ക്കുള്ള ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ അതാണ് ജ്വലന പോയിന്റ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഓക്സിജനെ പറഞ്ഞു, ജ്വലനത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഇതല്ലാതെ നാലാമത്തവൻ ഒരാളെ പറഞ്ഞില്ലേ, കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തീ കത്താൻ ഇവര് മൂന്ന് പേരും വേണമെങ്കിൽ, ആ കത്തുന്നത് തുടരണമെങ്കിൽ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ ആവശ്യമാണ്. മറക്കല്ല്, തീ കത്താൻ ഇന്ധനം, ചൂട്, ഓക്സിജൻ മതി. അത് തുടരണമെങ്കിൽ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ നടക്കണം. അപ്പൊ ജ്വലനം ആരംഭിച്ചാൽ അത് തുടർന്നു പോകുന്ന പ്രക്രിയയാണ് നമ്മൾ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്താണ്? ജ്വലനം ആരംഭിച്ചാൽ അത് തുടരുന്ന പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണേ, തെറ്റിപ്പോകരുത്. ഫയർ ട്രയാങ്കിൾ വേറെ, ഫയർ ടെട്രാ ഹൈഡ്രോൺ വേറെ. ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ ജ്വലനം ആരംഭിക്കാൻ ഇവര് മൂന്ന് പേരും വേണം. ഇവരത് തുടരണമെങ്കിൽ ഇവര് മൂന്ന് പേര് പ്ലസ് കെമിക്കൽ ചെയിൻ റിയാക്ഷനും കൂടെ നടക്കണം. അപ്പൊ ജ്വലനം ആരംഭിക്കാനും അത് കത്തുന്നതിനെ തുടരാനും സഹായിക്കുന്നത് ഫയർ ടെട്രാ ഹൈഡ്രോൺ എന്ന് പറയുന്ന ഒരു മാതൃകയാണ് എന്നതും മറക്കണ്ട. ഈ രണ്ട് സാധനവും മനസ്സിലാക്കി വെക്കുക, രണ്ടും തമ്മിൽ മാറിപ്പോകാതെ ശ്രദ്ധിച്ചോളുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഫയർ ടെട്രാ ഹൈഡ്രോണും പഠിച്ചു, ഫയർ ട്രയാങ്കിളും നമ്മൾ പഠിച്ചു. ഇനി നേരെ നമ്മൾ ഫയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കടക്കുകയാണ് മക്കളെ. ജ്വലനശീലമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനത്തെ പറയുന്ന പേരാണ് ജ്വലനം അല്ലെങ്കിൽ അഗ്നി എന്ന് നമ്മൾ പറയുന്നത്. ജ്വലനശീലമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് താപത്തെയും പ്രകാശത്തെയും പുറത്തുവിടുന്നു. ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്ക്. ഒരു തീ കത്തുന്ന പരിസരത്ത് നിനക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്, ഒന്ന് താപം, രണ്ടാമത്തത് പ്രകാശം. അത്രേ ഉള്ളൂ. ഇതേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇതൊരു ഡെഫിനിഷൻ പോലെ ഇങ്ങനെ എടുത്ത് മുഴുകി വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഒരു പെട്രോൾ അവിടെ ഇരുന്നു, ആ പെട്രോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്നിട്ട്, അവിടെ ഒരു കാര്യം എടുത്ത് ശ്രദ്ധിക്കണം, അവിടെ അനുകൂലമായ താപനില വേണം, അതിവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ജ്വലനശീലമുള്ള ഒരു വസ്തു പെട്രോള് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് അവൻ അനുകൂലമായ ഒരു താപം കത്താൻ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? കത്തി. അതിനെയാണ് നമ്മൾ അഗ്നി അല്ലെങ്കിൽ ജ്വലനം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് എന്ന് പറയുന്നത് പ്രകാശ ഊർജവും താപ ഊർജവും സ്വതന്ത്രമായി, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ താപം സ്വതന്ത്രമായില്ലേ? അല്ലെങ്കിൽ താപത്തെ നമ്മൾ മോചിപ്പിച്ചില്ലടാ, അല്ലെ? അവിടെ കത്തിയപ്പോ അവിടെ ഒരു ചൂട് താപം ഉണ്ടായി എങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടായിരുന്ന താപത്തെ നമ്മൾ സ്വതന്ത്രമാക്കി എന്നാണ്. അതുകൊണ്ട് തന്നെ ജ്വലനം എന്ന് പറയുന്നത് ഒരു താപ മോചക പ്രവർത്തനമാണ്. ഇത്രയേ ഉള്ളൂ. ജ്വലനം എന്ന് പറയുന്നത് ഒരു താപ മോചക പ്രവർത്തനം. ഒന്നുകൂടെ പറയാം. പെട്രോൾ അവിടെ ഇരുന്നു, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്നു, അനുകൂലമായ ഒരു താപനിലയും അവിടെ കിട്ടി, ഒരു ചൂടും അവിടെ കിട്ടി. സോ അവിടെ എന്താണെന്ന് ചെയ്യാൻ തുടങ്ങി? കത്താൻ തുടങ്ങി. അതിനെ നമുക്ക് അഗ്നി അല്ലെങ്കിൽ ജ്വലനം എന്ന് പറഞ്ഞു. ജ്വലനം സംഭവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാ? സാധാരണ ഒരു തീ കത്തുമ്പോൾ നമ്മൾ അതിന്റെ പരിസരത്ത് നിന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് സാധനമാണ്. അത് അവിടെ ഒരു പ്രകാശവും വരും, പിന്നെ നമുക്ക് സമീപത്ത് പോയാൽ ചൂടും തട്ടും. അപ്പോൾ താപവും അതുപോലെ പ്രകാശവും പുറത്തുവിട്ടു. താപത്തെ പുറത്തു വിട്ടത് കൊണ്ട് തന്നെ താപത്തെ അവിടെ മോചിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ അവിടത്തെ നമ്മൾ താപത്തെ മോചിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ നമുക്ക് താപമോചക പ്രവർത്തനം എന്ന് വിളിക്കാം. ഇനി ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ എന്താണ് താപമോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? പ്രകാശത്തിന്റെയോ അല്ലെങ്കിൽ താപത്തിന്റെയോ രൂപത്തിൽ ഊർജത്തെ പുറത്തുവിടുന്ന രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് താപമോചക പ്രവർത്തനം. അപ്പോൾ നമുക്കറിയാം ഊർജം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഊർജം എന്ന് പറയുന്നത് ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോ
ജ്വലനം എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകാശ ഊർജമായിട്ടോ താപ ഊർജമായിട്ടോ നമ്മൾ ഒരു സംഭവം കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഊർജത്തെ മോചിപ്പിക്കുന്നു എന്ന ഒരു അർത്ഥത്തിൽ അതിനെ താപമോചക പ്രവർത്തനം എന്ന് പറയാം. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോ. ജ്വലനശീലമുള്ള ഒരു വസ്തു, അതായത് ഒരു പെട്രോള്, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്നിട്ട് അവിടെ അനുകൂലമായ ഒരു താപനില വരണം. അതിവിടെ പറയുന്നില്ലെങ്കിലും വരണം, നമുക്കറിയാം. അങ്ങനെ അവിടെ തീ കത്തി തുടങ്ങി. തീ കത്തി തുടങ്ങിയപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ രണ്ട് ഫീലിംഗ് ആണ് കിട്ടിയത്. ഒന്ന്, താപ ഊർജവും പുറത്തു വന്നു, പ്രകാശ ഊർജവും പുറത്തു വന്നു. ചുരുക്കി പറഞ്ഞാൽ ഊർജം സ്വതന്ത്രമായി അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെ നമുക്ക് താപമോചക പ്രവർത്തനം എന്ന് വിളിക്കാം. ദാറ്റ്സ് ഓൾ. അടുത്ത്, അഗ്നിയുടെ നിലനിൽപ്പ് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് തീ കത്തി തുടങ്ങിയല്ലോ, തീ കത്തി ഫയറായി, ഇനി അത് നിലനിന്ന് പോണോ അതോ പെട്ടെന്ന് അണഞ്ഞു പോണമോ എന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. അഗ്നിയുടെ നിലനിൽപ്പ്, അഗ്നി എന്ന് പറയുന്ന സാധനം കത്തി തുടങ്ങി, ഇത് അരമണിക്കൂർ നിൽക്കണോ, 1 മണിക്കൂർ നിൽക്കണോ, അതോ 5 മിനിറ്റ് കൊണ്ട് തീരണോ എന്ന് തീരുമാനിക്കുന്നത് എന്ത് ഘടകങ്ങൾ? അതാണ് ചോദ്യം. ഒന്ന്, ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെ ലഭ്യത. അതായത് 1 ലിറ്റർ പെട്രോളാണ് അവിടെ കിടക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് കത്തിത്തീരും. അതൊരു 5 ലിറ്റർ പെട്രോൾ ആണ് എങ്കിൽ അത് കത്തിത്തീരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പൊ കുറച്ചുകൂടി തീ നിലനിൽക്കും. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ സാധനം. പിടികിട്ടിയാ? ഇനി ഓക്സിജന്റെ തുടർച്ചയായ ലഭ്യത. കത്താൻ ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കത്താൻ ഓക്സിജൻ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യമുള്ള ഓക്സിജൻ അവിടെ നിലനിൽക്കണം. ഓക്സിജൻ സ്ഥിരമായിട്ട് കിട്ടണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു അടച്ചിട്ട മുറി, അതിനകത്ത് വായു കടക്കാത്തൊരു മുറിയിലാണ് തീ കത്തിയത്. ഓക്കെ, പക്ഷേ തീ കത്തുന്നതിനനുസരിച്ച് ആ മുറിയിലെ ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മുറിയിൽ എന്ത് തീരും? ഓക്സിജന്റെ ലഭ്യത തീരും. ഓക്സിജന്റെ ലഭ്യത തീർന്നാൽ അവിടെ തീ അണയുന്നതിന് കാരണമാകും. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഓക്സിജന്റെ ലഭ്യത ഇല്ല എങ്കിൽ അവിടെ തീ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കണം? അണഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരുന്നാൽ, ജ്വലന സ്വഭാവത്തിന് ഉള്ള വസ്തുവിന്റെ ലഭ്യതയും അതുപോലെ ഉണ്ട് എങ്കിൽ തീരെ നീ ഇപ്പൊ നമ്മളിപ്പോ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നു. മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കില് ഒരു 1/2 ലിറ്റർ മണ്ണെണ്ണ ഉണ്ട്. നീ വീണ്ടും അതിങ്ങനെ കത്തിത്തീരുന്നതിനനുസരിച്ച് നീ വീണ്ടും അതിന്റെ സൈഡിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ആ കത്തൽ സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതേസമയം ഓക്സിജനും കൃത്യമായിട്ട് കിട്ടുന്ന ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഓക്സിജൻ കിട്ടും. അതേസമയം നീ ജനലിനെല്ലാം അടച്ചിട്ടിട്ട് ആ മുറിക്കകത്ത് വായുവെ കടക്കുന്നില്ല എന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ തീരുകയും, പക്ഷെ മണ്ണെണ്ണ ഉണ്ട് പക്ഷെ ഓക്സിജൻ ഇല്ല, തീ അണയും. മനസ്സിലായോ? നേരെ തിരിച്ച് ഓക്സിജൻ ഉണ്ട്, മണ്ണെണ്ണ തീർന്നു, തീ അണയും. ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഇത്രയേ ഉള്ളൂ സാധനം. മനസ്സിലായോ? അതാ പറഞ്ഞ അതൊരു സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അടുക്കും ചുറ്റോടൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ, ഒരു ബിൽഡപ്പ് ഇട്ട് പറയുമ്പോൾ നമുക്കൊന്ന് സംഭവം എന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ. ഈ സ്ലൈഡും നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത് നോക്കാം. അഗ്നിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫയർ. ഫയറിന്റെ 4 പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്, ഫയർ ഈസ് ഫാസ്റ്റ്, ഫയർ ഈസ് ഹോട്ട്, ഫയർ ഈസ് ഡാർക്ക്, ഫയർ ഈസ് ഡെഡ്ലി. ഫയർ ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു തീപിടുത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പോണ വേഗത നമ്മൾ അറിയില്ല. ടബേന്ന് കത്തി ഒരു ഏരിയ മൊത്തം നശിപ്പിക്കും. അത് തന്നെയാണ് ഫയർ ഈസ് ഫാസ്റ്റ് എന്നൊരു ക്യാരക്ടർ അവന് കൊടുക്കാനുള്ള കാരണം. ആ ഒരു സവിശേഷത, തീയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? തീ എന്ന് പറയുന്നത്, ഫയർ എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. നിമിഷത്തിനുള്ളിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കി തരും. എന്നാൽ ഫയർ ഈസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോട്ട് എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥം നോക്കണ്ട. ഹോട്ട് എന്ന് പറഞ്ഞാൽ ഈ തീ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ജ്വാലയേക്കാൾ ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത് സ്വതന്ത്രമാക്കുന്ന താപമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫയർ ഈസ് ഹോട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ജ്വാലയേക്കാൾ, ഈ ജ്വാല എന്ന് പറഞ്ഞാൽ തീ കത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനാണ് ഈ ജ്വാല എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക.
ജ്വാല എന്ന് പറഞ്ഞാൽ തീ കത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗം. അപ്പൊ ഈ ജ്വാലയേക്കാൾ അപകടകാരി എന്ന് പറയുന്നത് അവിടെ സ്വതന്ത്രമാകുന്ന, നമുക്ക് കാണാൻ പറ്റാത്ത എന്നാൽ ഫീൽ ചെയ്യുന്ന താപം എന്നൊരു സാധനം ഉണ്ടല്ലോ, താപ ഊർജം, അതാണ് അപകടകാരി. സോ ഫയർ ഈസ് ഹോട്ട്. ഫയർ ഈസ് ഡാർക്ക് എന്ന് വിളിക്കാൻ കാരണം ഫയർ എന്ന് പറയുന്ന സാധനം സർവമായിട്ട് എന്താ പറയുക, മൊത്തത്തെയും ചാമ്പലാക്കി കളയുക നമ്മൾ പറയൂലേ, തീ മൊത്തത്തിനെയും ചാമ്പലാക്കി എന്ന് പറയൂലേ, അത് തന്നെയാണ് ഫയർ ഈസ് ഡാർക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ഫയർ എന്ന് പറയുന്ന സാധനം കരിയും ചാരവുമായിട്ട് അവശേഷിക്കും എന്നതാണ് ഫയർ ഈസ് ഡാർക്ക് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ഫയർ ഈസ് ഡെഡ്ലി എന്ന് വിളിക്കാൻ കാരണം സർവനാശമാണ് ഫയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് എല്ലാ ഉൽപ്പന്നങ്ങളെയും സംഹരിക്കുക എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഫയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫയർ ഈസ് ഡെഡ്ലി എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ ആണോടാ മക്കളെ? അപ്പൊ ഫയർ ഈസ് ഫാസ്റ്റ് എന്ന് പറയുന്നു, അതുപോലെ ഫയർ ഈസ് ഹോട്ട് എന്ന് പറയുന്നു, ഫയർ ഈസ് ഡാർക്ക് എന്ന് പറയുന്നു, ഫയർ ഈസ് ഡെഡ്ലി എന്ന് പറയുന്നു. അപ്പൊ ഫയർ എന്ന് പറയുന്നത് സർവനാശമാണ്, അതുകൊണ്ട് ഡെഡ്ലി എന്ന് വിളിച്ചു. കരിയും ചാരവുമാക്കി മാറ്റാൻ കഴിവുള്ളത് കൊണ്ട് ഫയർ ഈസ് ഡാർക്ക് എന്ന് വിളിച്ചു. താപമാണ്, ജ്വാലയേക്കാൾ അപകടകാരി താപമാണ്, അതുകൊണ്ട് ഫയർ ഈസ് ഹോട്ട് എന്ന് വിളിച്ചു. ഫയർ ഈസ് ഫാസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം നിമിഷം കൊണ്ട് എല്ലാത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഫയറിന് നമ്മൾ ഫയർ ഈസ് ഫാസ്റ്റ് എന്നൊരു വിശേഷണം കൊടുത്തത്. അപ്പോ അഗ്നിയുടെ 4 സവിശേഷത മറക്കണ്ട, കൃത്യമായിട്ട് നോക്കി വെച്ച് വെക്കുക. ഓക്കെ, അടുത്ത് അഗ്നിയുടെ വിവിധ രൂപങ്ങൾ, ടൈപ്സ് ഓഫ് ഫയർ. ഫയറിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവ അടിസ്ഥാനപ്പെടുത്തി അഗ്നിയെ നമ്മൾ 5ആയി തരംതിരിച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ തീ ഏത് ടൈപ്പ് തീയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഫയർഫോഴ്സിൽ ജോലി ചെയ്യേണ്ട ആൾക്കാരാ, ഫയർഫോഴ്സിലുള്ള ആൾക്കാരാ, ഫയർമാനാ അല്ലെങ്കിൽ ഫയർവുമണാ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അഗ്നിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രധാനമായിട്ടും 5ആയിട്ട് തരംതിരിക്കാം. അപ്പൊ അഗ്നിയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് പൂൾ ഫയർ എന്ന് പറയും. പൂൾ ഫയർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനു മുമ്പ് ഒരു വാക്കുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഉപയോഗിക്കുകയാണ്, സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വിമ്മിംഗ് പൂളിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിന്റെ മുകളിൽ ആരോ ഡീസലോ പെട്രോളോ കൊണ്ടൊഴിച്ചു, അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ടൊഴിച്ചു. ആ ഒഴിച്ചപ്പോൾ എന്നിട്ട് ആരോ തീയിട്ടു എങ്കിൽ ആ തീ ആ ഒരു പരിധിക്കകത്ത് നിന്ന് ഇങ്ങനെ കത്തുന്നില്ലേ, അതിനെ നമുക്ക് വിളിക്കാം പൂൾ ഫയർ എന്ന് വിളിക്കാം. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളൊരു പാത്രത്തിനകത്ത് അവിടെ ഫസ്റ്റ് രണ്ടാമത് കാണുന്ന ഒരു പിക്ക് നിങ്ങൾ കണ്ടോ? ഒരു ചെറിയൊരു ബ്ലാക്കിലുള്ള ഒരു ചെറിയൊരു സംഭവത്തിനകത്ത്, അതിനകത്ത് തീ കത്തുന്നത് ആ പരിധിക്കകത്തേ നിൽക്കുകയുള്ളൂ, അതിന്റെ പുറത്തേക്ക് തൽക്കാലം പോകുന്നില്ല. നിങ്ങൾ അതിന്റെ തൽക്കാലം പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്, അതിന്റെ പരിസരത്ത് വേറെ എന്തെങ്കിലും കത്തിപ്പിടിക്കാനുള്ള സാധനം കാണണം, അതല്ലാതെ അവിടെ നിന്ന് വിട്ടുപോകൂല. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂൾ ഫയർ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന്റെ മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിന് പറയുന്ന പേരാണ് പൂൾ ഫയർ. കണ്ടോ? ഇത് പഠിച്ചാൽ ഒന്നും മനസ്സിലാവൂല. എക്സാമ്പിൾ വെച്ച് ഈ സാധനത്തെ മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്കെപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന്റെ മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന്, മക്കളെ, ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് കത്തുന്നതിന്റെ ഒട്ടുമുക്കാൽ സംഭവവും എന്തെങ്കിലും ഒരു സാധനം ബാഷ്പമായി മാറുമ്പോഴാണ്, അല്ലെങ്കിൽ കത്തുന്ന ഇന്ധനം ബാഷ്പമായി മാറുമ്പോഴാണ്. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 സംഭവം ഉണ്ടല്ലോ. ദ്രാവകവും ബാഷ്പമായിട്ട് മാറൂലേ? അങ്ങനെ അതാണ് അവിടെ കൂടുതലും കത്തലിന്റെ പ്രധാന കാരണം. ബാഷ്പമായിട്ട് ഓക്സിജനുമായി ചേരുന്നതാണ്. അപ്പോ തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന്റെ മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂൾ ഫയർ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഫയർ എന്ന് തന്നെ പഠി, സ്വിമ്മിംഗ് പൂൾ ഫയർ എന്ന് തന്നെ പഠി. മനസ്സിലാണോ? കേട്ടോ, മനസ്സിൽ അങ്ങനെ പഠിച്ചു പോയി. ഇത്രയേ ഉള്ളൂ. ഒരു സ്വിമ്മിംഗ് പൂളില് അത് ചതുരമോ ത്രികോണമോ എന്തോ ആവട്ടെ, വെള്ളം കിടപ്പുണ്ട്, അതിന്റെ മുകളിലൊരു ഓയിൽ വീണു, അത് കത്തി, അതിനെ നമുക്ക് വിളിക്കാം പൂൾ ഫയർ എന്ന് വിളിക്കാം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ആ പിക്കിനകത്ത് കാണുന്ന 3 സാധനവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ സംഭവം പിടികിട്ടും. ഇനി നോക്കടാ, ഈ പൂൾ ഫയർ അണയ്ക്കണമെങ്കിൽ നമ്മൾ ഫോം അല്ലെങ്കിൽ പത ഉപയോഗിക്കണം. അപ്പോൾ പൂൾ ഫയർ എന്ന് പറയുന്ന സംഭവം വന്നാൽ അവിടെ ഓടിക്കൊണ്ട് വെള്ളം ഒഴിക്കുകയല്ല ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് ആദ്യമേ പ്രഥമദൃഷ്ട്യാ ഒരു കാര്യം പറയാം. എല്ലാ തീ അണയ്ക്കാനും വെള്ളം ഒരു ഉപാധി അല്ല എന്നത് ആദ്യം മനസ്സിലാക്കണം. ഏത് തീ കണ്ടാലും ഓടിച്ചൊന്ന് വെള്ളം എടുത്ത് ഒഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലേ. തീ കത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുത്തുകൊണ്ട് വാടാ എന്ന ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ എല്ലാ തീയും കെടുത്താൻ വെള്ളം പറ്റില്ല എന്നത് മനസ്സിലാക്കണം. പൂൾ ഫയർ സംഭവിച്ചാൽ അവിടെ നമ്മൾ തീ കെടുത്താൻ ഉപയോഗിക്കേണ്ടത് നുരയെ അല്ലെങ്കിൽ പതയെയാണ്. പിന്നെ ഈ പറയുന്ന ഈ തീയുടെ അല്ലെങ്കിൽ ഈ ഫോം പാളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പതയുടെ പാളിക്ക് തീ വീണ്ടും കത്തുന്നതിനെ തടയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫോം പാളി അല്ലെങ്കിൽ ഈ പറയുന്ന പത എന്ന് പറയുന്ന സംഭവത്തിന്റെ പാളികൾക്ക് തീയെ വീണ്ടും കത്തുന്നതിനെ തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ തീ അണയാനും കഴിയും. പൂൾ ഫയർ എന്നത് ഒരുതരം ഡിഫ്യൂഷൻ ജ്വാലയാണ്. ഡിഫ്യൂഷൻ ജ്വാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അപ്പുറത്ത് പഠിക്കും. തൽക്കാലം ഡിഫ്യൂഷൻ ജ്വാലക്ക് ഉദാഹരണം പൂൾ ഫയർ എന്ന് മാത്രം പഠിച്ചു പോയി. വേറൊന്നുമില്ല. ഡിഫ്യൂഷൻ എന്നാൽ എന്താ? ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ സഞ്ചാരത്തെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രയുടെ സഞ്ചാരത്തെ നമ്മൾ പറയുന്ന പേരാണ് പൂൾ ഫയർ എന്ന് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഡിഫ്യൂഷൻ ജ്വാല എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരും. ഒരു ഡിഫ്യൂഷൻ ജ്വാലയ്ക്ക് ഉദാഹരണമാണ് പൂൾ ഫയർ എന്ന് പറയുന്നത്. ഒരു 2005 ബെൻസ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു എണ്ണ സംഭരണശാല തീ കത്തിയത് പൂൾ ഫയറിന്റെ എക്സാമ്പിളാണ്. പിന്നീട് ഈ അന്വേഷണ സംഘങ്ങളൊക്കെ അന്വേഷണം നടത്തിയതിന് ശേഷം അവരുടെ റിപ്പോർട്ടിലാണ് അവർ പറയുന്നത് ഇതൊരു ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പൂൾ ഫയറിലാണ്. മിക്കവാറും ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പൂൾ ഫയറില മീൻസ് ഒരു ഏതെങ്കിലും ഒരു ഫയറിലായിരിക്കും. ചിലപ്പോൾ അത് പടർന്നു പിടിച്ചിട്ട് മറ്റു പല ഇതിലോട്ടും പോവാം. അപ്പോൾ അതുകൊണ്ട് തുടക്കം എന്ന് പറയുന്നത് എന്തിലാണ് എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ വരുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ വന്ന പോയിന്റ് ഇതാണ്, ഇതൊരു പൂൾ ഫയറാണ്. ബെൻസ്ഫീൽഡ് എണ്ണ സംഭരണശാലയിൽ തീ പടർന്നത് പൂൾ ഫയറുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ക്ലിയർ അല്ലേ? ഇത് എത്രത്തോളം പരീക്ഷയ്ക്ക് ഈ പറയുന്ന എക്സാമ്പിൾ ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവാനായിട്ട് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഇന്റർനെറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ബെൻസ്ഫീൽഡ് എണ്ണ സംഭരണശാലയുടെ പിന്നെ ഫയർ ഡിസാസ്റ്റർ എന്നൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറച്ചുകൂടി സാധനം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പൂൾ ഫയർ എന്താണെന്നുള്ള ഒറ്റവാക്കിൽ പിടിയിട്ടിയല്ലോ നിങ്ങൾക്ക്. അടുത്ത പോയിന്റാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത് പൂൾ ഫയറിനെ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെറ്റ് ഫയർ. നോക്കടാ, തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശയിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്ന പേരാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഇത് വായിച്ചാ നമുക്കൊന്നും മനസ്സിലാവൂല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നും മനസ്സിലായി കാണൂല. കുറേ ഡെഫിനിഷൻ ഇങ്ങനെ പോകുന്നു. തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശയിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ ഒരു പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക അല്ലെങ്കിൽ വാതക രൂപത്തിലുള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്ന പേരാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഈ പിക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാര്യം പിടികിട്ടും. വേറെ ഒന്നുമില്ല. ഒരു പൈപ്പ് ഇങ്ങനെ മാത്രം. ഞാൻ നേരത്തെ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞെങ്കിൽ ഇവിടെ ജെറ്റ് ഫയർ നീ ആലോചിക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഒരു പൈപ്പ്, ആ പൈപ്പിലൂടെ ഒരു വാതകം പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ആ പൈപ്പിലൂടെ ഒരു ദ്രാവകം പുറത്തേക്ക് വന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വന്ന ആ ദ്രാവകമോ വാതകമോ കത്തിയാൽ ജ്വലിച്ചാൽ അതിനെ നമുക്ക് ജെറ്റ് ഫയർ എന്ന് വിളിക്കാം. ഇത്രയും പഠിച്ചാൽ മതി. നീ ഡെഫിനേഷൻ അങ്ങനെ പഠിച്ചു പോയി. എന്നിട്ട് സംഭവം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാണാതെ പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലാക്കി വെച്ചോ. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ ഗുണം പരീക്ഷാ ഹാളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളടുത്ത് ജോലി കയറുമ്പോഴും നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കണക്റ്റ് ആവും. അപ്പോൾ ജെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പൈപ്പ്. പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ആലോചിക്ക്. ജെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ആലോചിക്ക്. ആ പൈപ്പിലൂടെ ഒരു ദ്രാവകം ഇങ്ങനെ പുറത്തുപോയി, അല്ലെങ്കിൽ ഒരു വാതകം പുറത്തുപോയി, അത് കത്തിപ്പിടിച്ചെങ്കിൽ ആ എവിടെയാണോ അന്തരീക്ഷവുമായി സമ്പർക്കത്തിലിരിക്കുന്ന ആ വാതകത്തിന്റെ ഭാഗം അവിടെ നിന്നങ്ങ് കത്താൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജെറ്റ് ഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കണം. ഇന്ധനം പുറത്തു വരുന്നതിന്റെ ആക്കം, ദിശ, നിരക്ക്, വായുവിന്റെ ലഭ്യത എന്നിവ അനുസരിച്ച്
ജെറ്റ് ഫയറിന്റെ സ്വഭാവവും മാറും. കണ്ടോ, അത് ജെറ്റ് ഫയർ എന്നല്ല, ഏത് ഫയർ അത് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇവിടെ എടുത്തു പറയുന്നു ഇന്ധനം പുറത്തു വരുന്നതിന്റെ ആക്കം, ദിശ, നിരക്ക്, വായുവിന്റെ ലഭ്യത. അതായത് ഇന്ധനം പുറത്തു വരുന്നതിന്റെ വേഗത, അത് പോകുന്ന ദിശ, അതിന്റെ നിരക്ക്, വായുവിന്റെ ലഭ്യത, അത് ഓക്സിജന്റെ ലഭ്യത എന്നിവയ്ക്കനുസരിച്ച് ജെറ്റ് ഫയറിന്റെ സ്വഭാവം മാറും. ജെറ്റ് ഫയർ എന്ന് പറയുന്നത് പ്രക്ഷുബ്ധമായ വ്യാപന തീജ്വാലയാണ്. അതായത് നല്ല ജ്വലനം അവിടെ നടക്കുമെന്ന് മനസ്സിലാക്കണം. ജെറ്റ് ഫയർ വിഷമേഘത്തിന് കാരണമാകാം. പഠിച്ചു വെച്ചോ, ജെറ്റ് ഫയർ എന്ന് പറയുന്നത് ഒരു വിഷമേഘത്തിന് കാരണമാകാം. ജെറ്റ് ഫയർ എന്ന് പറയുന്നത് വിഷമേഘത്തിന് കാരണമാകാം. ജെറ്റ് ഫയർ പ്രക്ഷുബ്ധമായ വ്യാപന തീജ്വാലയാണ്. അതായത് വളരെ നല്ല ജ്വലനം അവിടെ നടക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെയും ആ നല്ല ജ്വലനം നടക്കണമെങ്കിൽ ബാക്കിയെല്ലാം അനുകൂലമായിരിക്കണം എന്നതുകൂടി അവിടെ നമ്മൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ജെറ്റ് ഫയർ എന്താണ് എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം, അവിടെ കരം എന്നൊരു സംഭവം ഇല്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം. ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലുള്ള ഇന്ധനം ജ്വലിക്കുന്നു, അതാണ് ജെറ്റ് ഫയർ. ഒരു പൈപ്പിലൂടെ എന്ന് തന്നെ പഠിച്ചോ. പൈപ്പ് ലൈനിൽ നിന്നും ശക്തമായിട്ടൊരു ദ്രാവക വാതക ഇന്ധനം പുറത്തു പോയാൽ അവിടെ ജ്വലനം നടന്നാൽ അതിനെ വിളിക്കുന്നു ജെറ്റ് ഫയർ എന്ന് വിളിക്കുന്നു. ഇത് ഒരു വ്യാപനമായിട്ടുള്ള തീജ്വാലയാണ്. ജ്വലനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. വിഷമേഘത്തിന് കാരണമാകുന്ന ഫയറാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. വിഷമേഘത്തിന് കാരണമാകുന്നതാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ജ്വാല എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പൂൾ ഫയറിന് എക്സാമ്പിൾ പറയാം. ഈ സാധനങ്ങളൊന്നും മറക്കാണ്ട് സെറ്റാക്കണേ. നോക്കടാ, റോഡപകടങ്ങളിലോ പാളം തെറ്റുമ്പോഴോ പൈപ്പ് പൊട്ടുകയോ ടാങ്കുകൾ പിന്നെ വീഴുകയോ ചെയ്യുമ്പോൾ ഒരു ജെറ്റ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. റോഡപകടമോ അല്ലെങ്കിൽ ട്രെയിനൊക്കെ പാളം തെറ്റുന്ന സന്ദർഭങ്ങളിലോ ഒക്കെ പൈപ്പ് പൊട്ടിയോ അല്ലെങ്കിൽ ഇപ്പൊ അത് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇപ്പം ഡീസലോ പെട്രോളൊക്കെ നിറച്ചുകൊണ്ട് പോകുന്ന ഒരു ട്രെയിൻ പാളം തെറ്റുന്നു, ട്രെയിൻ മറിയുന്നു. അപ്പോൾ അവിടെ ഈ പൈപ്പ് പോകുന്ന ഒരു പൈപ്പുണ്ട്, ആ പൈപ്പ് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ പൈപ്പിൻ്റെ അവിടെ തീ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ധനം ഇങ്ങനെ പുറത്ത് പൊക്കോണ്ടിരിക്കുന്നു, ഇന്ധനം പൊക്കോണ്ടിരിക്കുന്നതിനനുസരിച്ച് അവിടെ എന്ത് കേടുന്നു, തീ കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജെറ്റ് ഫയർ എന്ന് വിളിക്കാം. ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പിന്നെ പൈപ്പർ ആൽഫ ദുരന്തം എന്ന് പറഞ്ഞൊരു ദുരന്തമുണ്ട്. ഏകദേശം 150-ൽ കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ ഒരു ദുരന്തമാണ്. അതിൻ്റെ പിക്കാണ് ഞാൻ അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ മറ്റു സംതിങ് ഭാഗമായിരുന്ന ഒരു ഏരിയ ആണ് ഈ പൈപ്പർ ആൽഫ എന്ന് പറയുന്ന ഏരിയ. അവിടെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തം ജെറ്റ് ഫയറുമായി ബന്ധപ്പെട്ടതാണ്. ആ ദുരന്തോടെ ആ തുടക്കം ജെറ്റ് ഫയറാണ് തുടക്കമാണ് എങ്കിലും അത് പിന്നീട് മറ്റ് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും അങ്ങനെ ഒരുപാട് മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പൈപ്പർ ആൽഫ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടും, കുറച്ച് പൊതുവായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിനക്ക് ജോലി വേണമെങ്കിൽ നിൻ്റെതായ ഒരു സെർച്ച് കൂടി നീ നടത്തി സെറ്റാക്കിയാൽ നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ ജെറ്റ് ഫയറും അതുപോലെ നമ്മൾ പൂൾ ഫയർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലാഷ് ഫയർ. എന്താണ് ഫ്ലാഷ് ഫയർ? വാതകമോ ദ്രാവകമോ ഖരമോ പോലെയുള്ള ജ്വലിക്കുന്ന പദാർത്ഥം വായുവുമായി കലർത്തി ജ്വലിക്കുമ്പോഴുണ്ടാവുന്ന പെട്ടെന്നുള്ള തീവ്രമായ തീയെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ, ഇത് തന്നെയാണ്. വലിയ ഈ ഡെഫിനേഷൻ കൊണ്ട് നമുക്ക് വലിയ സംഭവങ്ങളൊന്നും കിട്ടൂല. ഈ പിക്കൊന്ന് ശ്രദ്ധിച്ചേ. ഈ പിക്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. കുറച്ച് അകലെയായിട്ടൊരു മെഴുകുതിരി ഇരിപ്പുണ്ട്. ഓക്കെ, ഒരു സൈഡ് മെഴുകുതിരി ഇരിപ്പുണ്ട്, കത്തി ഇരിക്കുകയാണ്. എന്നാൽ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിലെ ഒരു പൈപ്പ് ലൈൻ, അതിനകത്തുകൂടി വാതകം പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു വാതകം കത്താൻ സഹായിക്കുന്ന ഒരു വാതകം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഒരു ചോർച്ച ഉണ്ടായി. ശ്രദ്ധിക്കണേ, ചോർച്ച ഉണ്ടായി. ആ ചോർച്ച എന്ന ഒരു പുകയുടെ രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ പിക്കിൽ കാണാം. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യുന്ന അറിയാമോ? തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പുക എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തീ അതിലോട്ട് പിടിക്കുന്നു. ഇങ്ങനെയുള്ള ഫയറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് ഫയർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫ്ലാഷ് വരുന്നില്ലേ, മിന്നി മറയുന്നത് പോലെ, അതുപോലെ വരുന്ന ഒരു തീയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലാഷ് ഫയർ എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഫ്ലാഷ് ഫയർ. ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ടൊന്ന് നോക്കാം. ഫ്ലാഷ് തീയുടെ സവിശേഷത നോക്കിക്കൂടാ. അതിവേഗം ചലിക്കുന്ന തീ ജ്വാലയാണ് ഫ്ലാഷ്. ജ്വാലയുടെ മുൻഭാഗം വേഗത്തിൽ നീങ്ങും. ഫ്ലാഷ് തീയുടെ ഒരു പ്രത്യേകത, ഫ്ലാഷ് തീയുടെ ചൂട് വളരെ കൂടുതലാണ്. ഫ്ലാഷ് തീക്ക് എന്ത് കൂടുതലാണ്?
ചൂട് വളരെ കൂടുതലാണ്. ഇനി ഫ്ലാഷ് ഫയർ സാധാരണ കുറച്ച് സെക്കൻഡ് മാത്രമേ നിലനിൽക്കൂ. ഫ്ലാഷ് ഫയറിന്റെ ഒരു പ്രത്യേകത ഇതാണ്, സാധാരണ കുറച്ച് സെക്കൻഡ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഫ്ലാഷ് ഫയർ സ്ഫോടനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അവിടെ സമ്മർദ്ദം ഇല്ല. സ്ഫോടനം നടക്കണമെങ്കിൽ സമ്മർദ്ദം മസ്റ്റായിട്ടും വേണം. ഒരു സ്ഫോടനം നടക്കണമെങ്കിൽ സമ്മർദ്ദം മസ്റ്റായിട്ടും, എങ്കിലാണ് ഈ പൊട്ടിത്തെറി എന്ന് പറയുമ്പം തന്നെ നിങ്ങൾ മനസ്സിലാവും. ഒരു സാധനം പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പം തന്നെ അതിനകത്ത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ അപ്പുറമാകുമ്പോഴാണ് അത് തെറിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മളെ വീട്ടിലുള്ള ഈ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, അല്ലേ? അത്രയേ ഉള്ളൂ. പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ആ പ്രഷർ കുക്കറിൽ അതിൻ്റെ മുകളിൽ ഒരു ഫിസിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അല്ലേ? അത് പൊട്ടിത്തെറിക്കുന്ന അവിടെ സമ്മർദ്ദം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് പോയതാണ്. അപ്പം അത്തരം പ്രശ്നം ഇവിടെ ഇല്ല, ഫ്ലാഷ് ഫയറിലില്ല. ഫ്ലാഷ് ഫയർ സ്ഫോടനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, അവ സമ്മർദ്ദമില്ലാത്തത് കൊണ്ട് തന്നെ. ഫ്ലാഷ് ഫയർ കുറച്ച് സെക്കൻഡ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഫ്ലാഷ് വന്നു പോയി അതുപോലെ. ഓക്കെ, ഇനി കുറച്ചുകൂടി വ്യക്തമാവുന്ന 1-2 എക്സാമ്പിൾ കൂടെ നമ്മളുണ്ട്. നോക്കോ, ഇതൊരു സ്ഥലത്ത് വരുന്ന ഫ്ലാഷ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നോക്കടാ, ഫ്ലാഷ് ഫയറിൻ്റെ വേറൊരു ചില നിങ്ങൾക്ക് മനസ്സിലാവുന്ന 1-2 നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ആവുന്ന 1-2 സാധനം പറഞ്ഞുതരാം. ഈ ഫ്ലാഷ് ഫയറിൻ്റെ പ്രത്യേകത നാശത്തിൻ്റെ ഭൂരിഭാഗവും താപ വികരണത്തിൽ നിന്നോ ദ്വിതീയ തീയിൽ നിന്നുമാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്ലാഷ് ഫയർ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നിൽക്കൂ എന്ന് പറഞ്ഞില്ലേ? അതായത് ഈ പെട്ടെന്ന് ഈ തീ കത്തി വന്ന് നിന്നു, പക്ഷെ ഈ തീ വന്നില്ലേ, ഈ തീ വന്നിട്ട് നിൽക്കുന്നതിന് മുമ്പായിട്ട് വേറെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തീ പിടിക്കും, തീ പടരും. പക്ഷെ വന്ന ഫ്ലാഷ് ഫയർ നിൽക്കും, പക്ഷേ ദ്വിതീയ തീ എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റ് പ്രാഥമിക തീയാണ് വന്നത്, ഫ്ലാഷ് ഫയർ. ഓക്കെ, നാശം എപ്പോഴും എവിടെയാണ്? ഫ്ലാഷ് ഫയറിന്റെ നാശം ഫ്ലാഷ് ഫയറിലല്ല. ഫ്ലാഷ് ഫയറിന്റെ നാശം ഫ്ലാഷ് ഫയറിലല്ല. ഈ വന്ന ഒരു തീ പെട്ടെന്ന് വന്നു തീർന്നെന്ന് പറഞ്ഞില്ലേ, അത് വന്ന് പോയി. പക്ഷെ അതിന്റെ പരിസരത്ത് അതുമായി സമ്പർക്കം പുലർത്തുന്ന മറ്റെന്തോ വസ്തു ഇരുന്നു, ആ വസ്തുവിൽ കൂടി തീ പടർന്നു. ആ തീ സ്വാഭാവികമായിട്ട് കത്തും. ഇതാണ് മനസ്സിലായ? അതാണ് നാശത്തിന്റെ ഭൂരിഭാഗവും താപവികരണത്തിൽ നിന്നോ ദ്വിതീയ തീയിൽ നിന്നോ ആണ്. ഇനി ശ്വസിക്കുമ്പോൾ ഫ്ലാഷ് തീയുടെ ഫലമായിട്ടുണ്ടാകുന്ന ചൂടായ വായു ശ്വാസകോശത്തിലെ കോശങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുന്നു. ഇത് ശ്വാസം മുട്ടൽ മൂലം മരണത്തിലേക്ക് നയിച്ചേക്കാം. ഫ്ലാഷ് തീ പുക പൊള്ളലിലേക്കും നയിച്ചേക്കാം. ഫ്ലാഷ് തീയുടെ പുക പൊള്ളലിലേക്കും നയിച്ചേക്കാം. അപ്പൊ എന്താണ് ഫ്ലാഷ് തീ എന്നൊരു ഐഡിയ കിട്ടിയല്ലോടാ? ആ മെഴുകുതിരിയുടെ എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുന്ന ഓരോ എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് തന്നെ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പൊക്കുവാണ് കേട്ടോ. അതിന് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. മറ്റൊരു സ്വിമ്മിംഗ് പൂൾ ആലോചിക്കണം, മറ്റൊരു പൈപ്പ് ലൈൻ ആലോചിക്കണം. ഇവിടെ ഒരു മെഴുകുതിരി ഇരിപ്പുണ്ട്, അപ്പുറത്തെ വശത്തായിട്ടൊരു വാതക പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പ് ജസ്റ്റ് ആയിട്ടൊന്ന് പൊട്ടി അതിനകത്ത് നിന്ന് കുറച്ച് വാതകം വന്നു. ആ വാതകം വന്ന് പെട്ടെന്ന് ഒരു കത്തൽ കത്തി. ഇനി ഇത് വന്നതും പോയതും അറിയില്ല. പക്ഷേ ഇതിന്റെ നാശം എന്ന് പറയുന്നത് ഒന്ന് താപവികരണത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഈ തീ വന്നു പോയതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തിലോ അത് പടർന്നു പിടിച്ചു, അതാണ് ദ്വിതീയ തീ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടഞ്ഞ സ്ഥലത്തിൽ ഫ്ലാഷ് ഫയർ ഒരു പ്രത്യേക അപകടമാണ്. കാരണം താരതമ്യേന ചെറിയ തീക്ക് പോലും ആവശ്യത്തിന് ഓക്സിജൻ വിനിയോഗിക്കാനും മതിയായ പുക ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അപ്പോൾ അതായത് ഇവർ അടഞ്ഞ മുറിയിലാണ് ഫ്ലാഷ് ഫയർ ഉണ്ടാകുന്നതെങ്കിൽ പുക ഭയങ്കരമായിട്ട് വരും എന്ന് മനസ്സിലാക്കണം. അടഞ്ഞ സ്ഥലത്താണ് ഫ്ലാഷ് ഫയർ സംഭവിക്കുന്നതെങ്കിൽ, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണേ പിള്ളേരെ, അടഞ്ഞ സ്ഥലത്താണ് ഫ്ലാഷ് ഫയർ സംഭവിക്കുന്നതെങ്കിൽ അത് ഒരു ചെറിയ തീയാണ് വന്നു പോകുന്നത്, പക്ഷേ അവിടെ പുകയുടെ ഉൽപാദനം കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടലോ പുക ശ്വസിച്ചോ ഉള്ള മരണത്തിലേക്ക് ഫ്ലാഷ് ഫയർ കൊണ്ടെത്തിക്കാം. പറഞ്ഞ മനസ്സിലായോ? പോയിന്റ് പിടികിട്ടിയോ? അപ്പോൾ ഒരു ഫ്ലാഷ് ഫയർ എന്ന് പറയുന്ന സംഭവത്തിന്റെ പോയിന്റ് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നിൽക്കുന്നു. ഇതിന്റെ നാശം എന്ന് പറയുന്നത് താപവികരണമോ ദ്വിതീയ തീയിൽ നിന്നോ ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരു അടഞ്ഞ മുറിയിലാണ് ഈ ഫ്ലാഷ് ഫയർ സംഭവിക്കുന്നതെങ്കിൽ, അടഞ്ഞ മുറിയാണെങ്കിലും അവിടുത്തെ ഓക്സിജനെ പരമാവധി ഉപയോഗിച്ച്, ചെറിയൊരു തീയാണെങ്കിൽ പോലും അവിടുത്തെ ഓക്സിജനെ പരമാവധി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പുക പെട്ടെന്ന് രൂപം കൊള്ളും. ഓക്കെ, അപ്പോൾ പുക പെട്ടെന്ന് രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ അവിടെ ശ്വാസം മുട്ടൽ മൂലമോ പുക ശ്വസിക്കുന്നത് മൂലമോ ഉള്ള മരണത്തിലേക്ക് അത് കാരണമാകാം. ഈ പുക ശ്വസിക്കുന്നത് മൂലം അവിടെ നമുക്ക് രണ്ട് രീതിയാണ്. ഒന്ന് ശ്വാസം മുട്ടൽ, അതായത് ഇപ്പോൾ ആസ്മ പോലുള്ള അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരും. ഇനി പുക ശ്വസിച്ചു എന്ന് നമ്മുടെ വാക്കോട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം, പുകയ്ക്കകത്ത് കാർബൺ മോണോക്സൈഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പുകയിൽ എന്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്? കാർബൺ മോണോക്സൈഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. കാർബോക്സി ഹീമോഗ്ലോബിന്റെ പ്രത്യേകത, കാർബോക്സി ഹീമോഗ്ലോബിൻ നിന്റെ ശരീരത്തിൽ കൂടുതലായി ഉണ്ടായാൽ നീ ബോക്സിനകത്താവും, പെട്ടിക്കകത്താവും, മരണപ്പെട്ടു പോകും അല്ലേ. നമ്മൾ മരണപ്പെടുമ്പോഴല്ലേ നമ്മളെ പിടിച്ച് പെട്ടി ബോക്സിലാക്കുന്ന, അങ്ങനെ ഓർക്കണം. കാർബോക്സി ഹീമോഗ്ലോബിൻ നിന്റെ ശരീരത്തിൽ കൂടുതലായാൽ നീ ബോക്സിലാവുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ പുക ശ്വസിക്കുന്ന സമയത്ത് അവിടെ പുകയിലുള്ള കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുകയും ആ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം പിന്നെ തിരിച്ച് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഹീമോഗ്ലോബിനെല്ലാം നശിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ കിട്ടാതെ നമ്മൾ മരണപ്പെട്ടു പോകും. അതിൻ്റെ ഒരു ലോജിക്ക് പിടികിട്ടിയോ? ഇനി ഈ ഏരിയ നമുക്ക് ഇതിനകത്ത് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നെ ഹ്യൂമൻ ബോഡിയുടെ ചില ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ശ്വാസകോശം, അതുപോലെ നമ്മുടെ ത്വക്ക്, അതുപോലെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട അസ്ഥികൾ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറയുന്നതുമായിട്ട് ഒരു കണക്ഷൻ കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വിത്തിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബയോളജി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു സാധനമാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ് എന്നിവ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതുമായിട്ട് കൂടിക്കലരാറുണ്ട്. അതിനകത്ത് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിക്കലർന്നാൽ പിന്നെ വേർപിരിയാത്ത ബാക്കി ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും, അവർ വേർപിരിയും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നാലും അതുപോലെ വേർപിരിയും. പക്ഷെ കാർബൺ മോണോക്സൈഡും പിന്നെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാൽ അവരൊരിക്കലും വേർപിരിയില്ല. അത് ഇങ്ങനെ തന്നെ ഇരിക്കുകയും നശിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ മേ ബി ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിടികിട്ടിയോ? അതാണ് ഇവിടുത്തെ ഒരു മരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്ലാഷ് ഫയറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് കഴിഞ്ഞില്ല, ഫ്ലാഷ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ശസ്ത്രക്രിയയൊക്കെ നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ റൂമിൽ ചെറിയ ഫ്ലാഷ് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ പത്രങ്ങളിലോ പോലും ഈ സംഭവം വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ചെറിയ ഫ്ലാഷ് ഫയർ ഉണ്ടാവാൻ കാരണം അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലേസർ ഉപയോഗിക്കാറുണ്ട്, താപം. പിന്നെ നമ്മുടെ അവിടെ അന്തരീക്ഷം ഓക്സിജൻ സമ്പുഷ്ടമായിരിക്കും. പിന്നെ അവിടെ എന്താ പറയുക, ഈ അണുനാശിനികളായിട്ട് നമ്മൾ ആൽക്കഹോൾ കലർന്ന മദ്യം അടിസ്ഥാനമാക്കിയുള്ള അണുനാശിനികൾ ഉണ്ടെങ്കിൽ അത് നീരാവിയാവും. നമുക്കറിയാം ഈ പറയുന്ന ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ നീരാവിയാവാറുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിൽ ആ ഒരു നീരാവി നിപ്പുണ്ട്, ജ്വലിക്കുന്ന ഒരു നീരാവി നിപ്പുണ്ട്, നല്ല ഓക്സിജൻ്റെ അന്തരീക്ഷമുണ്ട്. ആ സമയത്ത് നമ്മൾ താപത്തിന് വേണ്ടിയിട്ട് അവിടെ ലേസർ ഉപയോഗിക്കുന്നു. അപ്പം 3 കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നു കത്താൻ. എന്തൊക്കെയാണ്? താപം, അതുപോലെ ഓക്സിജൻ, ജ്വലന സഹായിയായിട്ടുള്ള ഇന്ധനം. ഇവിടെ ജ്വലന സഹായമായിട്ടുള്ള ഇന്ധനം മദ്യം അടിസ്ഥാനമാക്കി അണുനാശിനി, താപമായിട്ട് അവിടെ ഇലക്ട്രിക്കൽ ഉപകരണമോ ലേസറോ, പിന്നെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് ഓക്സിജൻ ഉണ്ട് എങ്കിൽ അവിടെ പെട്ടെന്ന് ഒരു കത്തലിന് കാരണമാകും. അതായത് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ഫയറിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. പിടികിട്ടിയോ? പറഞ്ഞ് മനസ്സിലായോ? പെട്ടെന്ന് നമ്മൾ പറഞ്ഞു ഫ്ലാഷ് ഫയറിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് നിൽക്കുന്നു. 70% കത്തിക്കുന്നത് ബോവീസ് എന്നറിയപ്പെടുന്ന ഒരു ഇലക്ട്രോ സർജിക്കൽ ഉപകരണങ്ങളാണ്. ടിഷ്യു മുറിക്കാനോ രക്തസ്രാവത്തെ തടയാനോ ഉയർന്ന ഫ്രീക്വൻസി വൈദ്യുത പ്രവാഹം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ബോവീസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരു ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഫ്ലാഷ് ഫയറിന് സാധ്യത കൂടുതൽ ഏത് ഉപകരണമാണെന്ന് ചോദിച്ചാൽ അത് ബോവീസ് എന്ന് പറയുന്ന ഒരു, ഞാൻ മുകളിൽ പിക്കിൽ കൊടുത്തിട്ടുണ്ട് ബോവീസ്. ആ ബോവീസ് എന്ന് പറയുന്ന ഉപകരണങ്ങളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ടിഷ്യൂവിനെ മുറിക്കാനോ രക്തസ്രാവത്തെ തടയാനോ ഒക്കെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത പ്രവാഹമുള്ള, അതായത് നല്ല താപം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അവിടെ ഈ ബോവീസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബോവീസ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന മദ്യവും അടങ്ങുന്ന അണുനാശിനികൾ അപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ ജ്വലിക്കുന്ന നീരാവിയായി, കഠിനമായ താപമായി, സ്വാഭാവികമായിട്ടുള്ള ഓക്സിജനായി. അപ്പോൾ അവിടെ പെട്ടെന്ന് എന്തുണ്ടാവാം?
കത്തലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകൾ നോക്കുമ്പോൾ മനസ്സിലായത് ഇങ്ങനെയുള്ള ചില രോഗികൾ പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഈ ഫ്ലാഷ് ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ശക്തമായ പുക ഉണ്ടാവുന്നു, കുറച്ച് സമയത്തേക്ക് നിൽക്കുന്നു എങ്കിലും ശക്തമായ പുക ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ആ ശക്തമായ പുക ശ്വാസകോശത്തിലേക്ക് കയറി ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായി മരണപ്പെട്ടു പോയ സന്ദർഭങ്ങളും ഉണ്ട് എന്നാണ് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ ഞാൻ വായിച്ച ബുക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല, പക്ഷേ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമായതുകൊണ്ടും പലതും മരണത്തിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു പോകുന്നത് കൊണ്ടും അല്ലെങ്കിൽ ചെറിയ പൊള്ളലൊക്കെ തീരുവത് അങ്ങനെ പോകുന്നത് കൊണ്ടും ഇത് പുറം ലോകം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പക്ഷേ ശസ്ത്രക്രിയ നടക്കുന്ന ഓപ്പറേഷൻ റൂമുകളിൽ ഇങ്ങനൊരു പ്രതിഭാസം നടക്കാറുണ്ട് എന്നതാണ് വാസ്തവം. അതാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫ്ലാഷ് ഫയർ എന്താണെന്നുള്ളതും ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇനി അടുത്തത് ഫയർ ബാൾ. എന്താണ് ഫയർ ബോൾ എന്ന് പറയുന്നത്? ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലരുന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ പറയുന്ന പേരാണ് ഫയർ ബോൾ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫയർ ബോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ധനത്തിന്റെ ബാഷ്പം വായുവും കൂടി കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫയർ ബോൾ. അവിടെ ഇപ്പൊ തീ ഒരു ദ്രാവകം കത്തിക്കൊണ്ടിരിക്കുകയാണ്, അടിയിൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കത്തുന്നതിനനുസരിച്ച് അതിന് പുറത്തു പോകാനുള്ള ഒരു സ്പേസ് കുറവാണ് എങ്കിൽ ഈ വാതക രൂപത്തിൽ ഇതിങ്ങനെ പുറത്തുള്ള സ്പേസ് കുറവാണെങ്കിൽ അതിങ്ങനെ തള്ളി നിൽക്കും, ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് നിൽക്കും. ആ പ്രഷർ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ സാധനം എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു 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 ചെറിയൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, അവിടെ കത്താനുള്ള ഒരു സാഹചര്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ, അവിടെ ഇരിക്കുന്ന അതിൻ്റെ എന്താണോ മൂടി അല്ലെങ്കിൽ ആ മുകളിലിരിക്കുന്ന ഭാഗം അതിനെയും കൂടെ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഭൂമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോളമായിട്ട് ഇങ്ങനെ അത് പുറത്തു പോകും. നിങ്ങൾ ആ പിക്കിൽ കാണുമ്പോൾ അറിയാം. ഓക്കെ, ഇനി ഇതിനെ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് തിളയ്ക്കുന്ന ദ്രാവകം വികസിപ്പിക്കുന്ന നീരാവി സ്ഫോടനം. തിളയ്ക്കുന്ന ദ്രാവകം വികസിപ്പിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞു ഒരു ദ്രാവകത്തെ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഉറപ്പായിട്ട് നീരാവി ഉണ്ടാവും. ആ നീരാവി ഇങ്ങനെ പ്രഷർ കൊടുത്ത് നിൽക്കുമ്പോൾ അതിൽ താപവും ഓക്സിജനും കൃത്യമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു ജ്വലനം ഉണ്ടാവുകയും അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിലീവ് എന്ന അല്ലെങ്കിൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷന്റെ മറ്റൊരു പേരാണ് ഫയർ ബാൾ എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ബിലീവ് അല്ലെങ്കിൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷന്റെ മറ്റൊരു പേരാണ് ഫയർ ബാൾ എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഒരു പാത്രം, ആ പാത്രത്തിൽ നമ്മൾ അടിയിൽ തീ വെച്ചു കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ ബാഷ്പമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഷ്പത്തിന് ഇങ്ങനെ പുറത്തു പോകാനുള്ള സ്പേസ് ഇച്ചിരി കുറവാണ്, പക്ഷേ പുറത്തു പോകുന്ന സ്പേസ് കുറവാണ്, പക്ഷെ ബാഷ്പം അധികമായിട്ട് വരുന്നുണ്ട് എന്നതൊരു ഘടകമാണ് എങ്കിൽ അവിടെ പെട്ടെന്നൊരു പ്രഷർ ഇങ്ങനെ തള്ളി നിൽക്കുകയും അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജന്റെ സഹായം, താപം, ഇതെല്ലാം കൃത്യമായിട്ട് വരുമ്പോൾ അവിടെ അത് കത്തുകയും അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ സ്ഫോടനമായിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ആ പിക്കിൽ നിങ്ങൾ കണ്ടാൽ ആ സാധനം മനസ്സിലാവും. അപ്പൊ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഫയർ ബാൾ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ബിലീവ് അല്ലെങ്കിൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ തിളയ്ക്കുന്ന ദ്രാവകം വികസിപ്പിക്കുന്ന നീരാവി സ്ഫോടനം. പേരിൽ തന്നെ ഉണ്ട്, തിളയ്ക്കുന്ന ദ്രാവകം വികസിപ്പിക്കുന്ന നീരാവി സ്ഫോടനം. തിളയ്ക്കുന്ന ദ്രാവകം വികസിപ്പിച്ച നീരാവി സ്ഫോടനം. ഒരു ദ്രാവകത്തെ തിളപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നീരാവി ഉണ്ടാവുകയും ആ നീരാവി എടുത്ത് പൊട്ടിത്തെറിച്ച് സ്ഫോടനമായിട്ട് മാറുകയും ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫയർ ബോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഫ്ലെയിംസ് അല്ലെങ്കിൽ തീ ജ്വാല. എന്താണ് പിള്ളേരെ ഫ്ലെയിംസ് അല്ലെങ്കിൽ തീ ജ്വാല എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. ജ്വലന പ്രക്രിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന തീയുടെ ദൃശ്യവും വാതകവുമായ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിംസ് അല്ലെങ്കിൽ തീ ജ്വാല എന്ന് പറയുന്നത്. എന്താണ്? ജ്വലന പ്രക്രിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന തീയുടെ ദൃശ്യവും വാതകവുമായ ഭാഗം, തീയുടെ കാണാൻ പറ്റുന്ന ഭാഗം, അത്രയും ഓർത്താൽ മതി. ജ്വലന പ്രക്രിയ സൃഷ്ടിക്കപ്പെടുന്ന തീയുടെ കാണാൻ പറ്റുന്ന ഭാഗത്തിന്റെ പേരാണ് തീജ്വാല എന്ന് പറയുന്നത്. അതൊരു വാതക ഭാഗം കൂടിയാണ്. ഇന്ധന ബാഷ്പവും
വായുവും ചേർന്ന മിശ്രിതം ജ്വലന പരിധിക്കുള്ളിലാകുമ്പോൾ മാത്രമാണ് ജ്വലനം സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജ്വലനത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിയെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത് പഠിക്കും. ഇങ്ങനെ ഓർക്കണം, ഇന്ധന ബാഷ്പം പിന്നെ അന്തരീക്ഷത്തിലെ വായു, ഇത് രണ്ടും കൂടെ ചേർന്നൊരു മിശ്രിതമാവുന്നു. ഈ മിശ്രിതം ഒരു ജ്വലന പരിധി എത്തുമ്പോൾ അവിടെ ജ്വലനം സംഭവിക്കും. ഇന്ധന ബാഷ്പം, അന്തരീക്ഷത്തിലെ വായു എന്നിവ ചേർന്ന മിശ്രിതം ജ്വലന പരിധി എത്തുമ്പോൾ അവിടെ ജ്വലനം സംഭവിക്കും. ജ്വലനമെന്ന രാസപ്രക്രിയ ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിക്കുമ്പോൾ അവിടെ തീയുടെ ഒരു ദൃശ്യഭാഗമുണ്ടാകും. ജ്വലനം എന്ന പ്രക്രിയയിൽ ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിക്കുമ്പോൾ തീയുടെ ഒരു ദൃശ്യഭാഗമുണ്ടാകും. അതിനെ നമുക്ക് തീ ജ്വാല എന്ന് വിളിക്കാം. അത്രയേ ഉള്ളൂ. ദൃശ്യഭാഗം, ദൃശ്യം. ലാലേട്ടന്റെ ദൃശ്യം സിനിമ കണ്ടിട്ടില്ലേ? ദൃശ്യം, അതാലോചിച്ചാൽ മതി. തീ ജ്വാല എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ദൃശ്യഭാഗമാണ്. എങ്ങനെയൊക്കെ? അതായത് ഇന്ധനവും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ തീയുടെ ഒരു ദൃശ്യഭാഗം. അവിടെ എപ്പോഴും ഇന്ധനവും ഓക്സിജനും നമ്മൾ പറയുമെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കണം, അനുകൂലമായ ഒരു ജ്വലന പരിധി, ഒരു താപം അവിടെ വരണം. അനുകൂലമായ താപം വരണം. താപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ചോളണം, താപം വരണം. ഓക്കെ. ഇനി തീജ്വാലയിൽ പ്രധാനമായും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ജലബാഷ്പമുണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, അതുപോലെ നൈട്രജൻ എന്നിവ കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? തീജ്വാലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ തീജ്വാല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണടാ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലബാഷ്പമുണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പൊ തീജ്വാല എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലബാഷ്പമുണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. മറക്കണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഫ്ലെയിംസ് അല്ലെങ്കിൽ തീജ്വാല എന്ന് ചോദിച്ച ഒറ്റ വാക്കിൽ പറയാം, തീയുടെ ദൃശ്യവും വാതകവുമായ ഭാഗമാണ് തീജ്വാല എന്ന് പറയുന്നത്. ഇന്ധനത്തിന്റെ ബാഷ്പവും വായുവും കൂടി ചേർന്ന ഒരു മിശ്രിതം ജ്വലന പരിധിക്കകത്തെത്തിയാൽ ജ്വലനം സംഭവിക്കും. ആ ജ്വലനം സംഭവിക്കുമ്പോൾ നിനക്ക് കാണാൻ പറ്റുന്നതിനെ തീജ്വാല എന്ന് വിളിക്കുന്നു. ആ തീജ്വാലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലബാഷ്പമുണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി തീജ്വാല എന്ന് പറയുന്നത് ഒരേ നിറമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കത്തുന്ന പദാർത്ഥത്തിന്റെയും വായുവിലെ ഏതെങ്കിലും മാലിന്യത്തിനെയും ആശ്രയിച്ച് തീജ്വാലയുടെ നിറം, ആകൃതി, ചലനം എന്നിവയിൽ വ്യത്യാസമുണ്ടായിരിക്കും. കത്തുന്ന പദാർത്ഥങ്ങളെയോ വായുവിന്റെ ഏതെങ്കിലും മാലിന്യത്തെയോ ആശ്രയിച്ച് തീജ്വാലയുടെ നിറം, ആകൃതി, ചലനം എന്നിവ വ്യത്യാസപ്പെടാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താ അറിയോ മക്കളെ? എന്താ അറിയോ? നമ്മളെ വീട്ടില് ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, അതിൽ വരുന്ന തീയുടെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീല നിറമാ. എന്നാൽ തീ കുറയുന്ന സമയമുണ്ട്. നമ്മളെ വീട്ടില് അമ്മമാര് പറയാറുണ്ട്, പിന്നെ പാചകത്തിന് ഒരുപാട് സമയം എടുക്കുന്നു, തീ കുറവാണ്. അപ്പൊ നമ്മൾ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യിക്കും. അപ്പൊ തീ കുറയുന്ന സമയത്ത് ഒരിക്കലും നീല നിറമല്ല, അതൊരു ചെറിയൊരു ചുവപ്പോ ഓറഞ്ചോ ഒക്കെ ചേർന്ന നിറമാ. അപ്പൊ അതാണ് പറയുന്നത്, ഏതെങ്കിലും വായുവിലെ മാലിന്യത്തെയോ കത്തുന്ന പദാർത്ഥത്തെയോ ആശ്രയിച്ച് ജ്വാലയുടെ നിറം, ആകൃതി, ചലനം എന്നിവയിൽ വ്യത്യാസമുണ്ടാവാം. നിങ്ങൾ കണ്ടോ അവിടുത്തെ അടുപ്പിന്റെ നിറം കണ്ടോ? ഗ്യാസ് സ്റ്റൗവിന്റെ നിറം കണ്ടോ? പക്ഷേ ഇത് അവിടെ എന്തെങ്കിലും അടഞ്ഞിരുന്ന മാലിന്യം നിറഞ്ഞിരുന്നാൽ, സുഖവുമായിട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ തീയുടെ നിറം മാറിയിട്ട് ഒരു ചുവപ്പ് നിറത്തിലോട്ട് മാറും. നിങ്ങൾക്കതറിയില്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ പോയിന്റ് ഇടിയിട്ടല്ലോ. ഇത്രയും സെറ്റാണല്ലോ മക്കളെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഫ്ലെയിംസ് അല്ലെങ്കിൽ തീ ജ്വാല എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാം, എന്താണ്? തീയുടെ ദൃശ്യഭാഗമാണ്, തീയുടെ വാതക ഭാഗമാണ് തീജ്വാല എന്ന് പറയുന്നത്. തീജ്വാല എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഓക്സിജനും നൈട്രജനും കൊണ്ടാണ് തീജ്വാലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കത്തുന്ന പദാർത്ഥത്തിന്റെയോ വായുവിലെ ഏതെങ്കിലും മാലിന്യത്തിന്റെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീജ്വാലയുടെ നിറത്തിൽ വ്യത്യാസം വരാം, ആകൃതിയിൽ വ്യത്യാസം വരാം, അവന്റെ ചലനത്തിലും വ്യത്യാസം വരാം എന്നത് മനസ്സിലാക്കുക. ഇത്രയും പോയിന്റ് ഓക്കെ ആണ് എങ്കിൽ നമ്മളതാ അടുത്ത് ചാടുന്നു. ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് ഡിഫ്യൂഷൻ? ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും
ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള പദാർത്ഥത്തിന്റെ സഞ്ചാരത്തെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഉന്നത ഊഷ്മാവ് എത്തുമ്പോൾ ഡിഫ്യൂഷന്റെ വേഗതയും കൂടും. അപ്പൊ ഊഷ്മാവ് കൂടുമ്പോൾ ഡിഫ്യൂഷൻ വേഗത്തിൽ നടക്കും. അങ്ങനെ ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെ ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് വിളിക്കാം, ഡിഫ്യൂഷൻ ജ്വലനം എന്ന് വിളിക്കാം. ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ ഫ്ലെയിം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ജ്വാല എന്ന് വിളിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? നമ്മൾ ഫ്ലെയിംസ് അല്ലെങ്കിൽ തീ ജ്വാലയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പൂൾ ഫയർ എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ഡിഫ്യൂഷൻ ഫ്ലെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള പദാർത്ഥത്തിന്റെ സഞ്ചാരം. അപ്പൊ ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കൂടിക്കലരുന്നത് ഡിഫ്യൂഷൻ മുഖേനയാണ്. അതിന്റെ കൂടെ ചൂടും കൂടുതലായി കഴിഞ്ഞാൽ ഡിഫ്യൂഷന്റെ വേഗതയും കൂടും. അങ്ങനെ ഇതെല്ലാം കൂടെ ആയിട്ട് ഡിഫ്യൂഷൻ മുഖേന ഈ പറയുന്ന ഇന്ധന ബാഷ്പവും വായുവും കൂടി ചേർന്നിട്ട് അവിടെ ജ്വലനം നടന്നാൽ അതിനെ നമുക്ക് വിളിക്കാം ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് വിളിക്കാം. അപ്പൊ ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കൂടി കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെയാണ് ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് വിളിക്കുന്നത്. ഡിഫ്യൂഷൻ ഫ്ലെയിമിന്റെ അനുകൂല ഘടകം എന്ത്? ഉയർന്ന ഊഷ്മാവിൽ ഈ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കുകയും അതുകൊണ്ട് തന്നെ താപം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഫ്ലെയിം സംഭവിക്കുന്നതിനുള്ള അനുകൂല ഘടകമാണ് എന്നതും മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ, ഈ ഏരിയ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ തീയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീ ജ്വാല, ഈ ഫ്ലെയിംസ് എന്താന്നുള്ളത് മാറിപ്പോകരുത് കേട്ടോ. അഗ്നി അതുപോലെ അഗ്നി ജ്വാല എന്ന് പറയുന്ന സംഭവം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഫ്ലെയിംസ് ഉണ്ടല്ലോ, നമ്മുടെ തീ ജ്വാല. ഈ തീ ജ്വാലകൾക്ക് നമ്മൾ 3 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആന്തരികം, മധ്യം, ബാഹ്യം എന്നിങ്ങനെ 3 കേട്ടോ. ഇന്നർ സോണ്, മിഡിൽ സോണ്, ഔട്ടർ സോൺ, അങ്ങനെയാണ്. ഇന്നർ സോണ്, മിഡിൽ സോണ്, ഔട്ടർ സോൺ എന്നിങ്ങനെ 3 ഭാഗമായിട്ട് നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഭാഗമായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളണേ. ഒന്നാമത്തത് ആന്തരിക മേഖല. ആന്തരിക മേഖല, ആന്തരികം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലെ പാളിയാണ് നമ്മൾ ഒന്നാമത് പറയുന്നത്. ഒന്നാമത് പറയുന്ന ഏറ്റവും ഉള്ളിലെ പാളിയുടെ പ്രത്യേകത ജ്വലന മേഖല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ആന്തരിക മേഖലയുടെ മറ്റൊരു പേരാണ് ജ്വലന മേഖല. ഉള്ളിലെ പാളിയാണിത്, ജ്വലന മേഖല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തീ ജ്വാലയുടെ ഏറ്റവും കുറഞ്ഞ ചൂടുള്ള ഭാഗമാണിത്. അപ്പോ അകത്ത് ചൂട് കുറവാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു മെഴുകുതിരി കത്തിയിരിക്കുന്നതിന് അകത്ത് പോയിട്ട് കൈതൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ തീയുടെ ഏറ്റവും കുറഞ്ഞ ചൂടുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ആന്തരിക മേഖലയാണ്. തിരിയോട് ഏറ്റവും അടുത്തിരുന്ന പ്രദേശമാണ് ഇത്. ഇപ്പൊ നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെച്ചു, മെഴുകുതിരി വെച്ച് തന്നെ പഠിക്കാം. മെഴുകുതിരി കത്തിച്ചു വെച്ചു, തിരിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇനി ഇവിടെ കത്താത്ത കാർബൺ കണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കത്താത്ത കാർബൺ കണങ്ങൾ അടങ്ങിയത് ആന്തരിക മേഖല, തിരിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് ആന്തരിക മേഖല, ഏറ്റവും കുറഞ്ഞ ചൂടുള്ള മേഖല ആന്തരിക മേഖല, ജ്വലന മേഖല എന്നറിയപ്പെടുന്ന ഫ്ലെയിമിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ആന്തര മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ സോൺ എന്ന് പറയുന്നത്. ഏറ്റവും ഉള്ളിലെ പാളിയാണ് ഇന്നർ സോൺ. വ്യക്തമായിട്ട് പഠിച്ചു വെക്കണേ. ഏറ്റവും ഉള്ളിലെ പാളിയാണ് ഇന്നർ സോൺ. ജ്വലന മേഖല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തീയുടെ ഏറ്റവും കുറഞ്ഞ ചൂടുള്ള ഭാഗമാണിത്. തിരിയോട് ഏറ്റവും അടുത്താണ് ഇത് കാണപ്പെടുന്നത്. കത്താത്ത കാർബൺ കണങ്ങൾ അടങ്ങിയതാണ് ഈ പറയുന്ന ആന്തരിക മേഖല എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആന്തരിക മേഖല സെറ്റാണല്ലോ. എങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മധ്യമേഖലയാണ്. മധ്യമേഖലയെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സോൺ എന്നറിയപ്പെടുന്നു. അപ്പൊ ഫ്ലെയിം സോൺ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? അത് മധ്യമേഖല. മധ്യമേഖലയെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സോൺ എന്ന് പറയുന്നത്. ജ്വാലയുടെ ഏറ്റവും വലിയ ഭാഗമാണത്. അപ്പൊ ഫ്ലെയിം സോൺ എന്ന് പറയുന്ന ഭാഗം എന്താണ്? ജ്വാലയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഫ്ലെയിം സോൺ എന്ന് പറയുന്നത്. മിതമായ ചൂടുള്ള മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള വ്യത്യസ്ത നിറങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം.
അപ്പോ ഈ രണ്ടാമത്തെ മേഖലയ്ക്ക് ആവശ്യത്തിന് എന്ത് കിട്ടുന്നില്ല? മധ്യമേഖലയ്ക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഫ്ലെയിം സോൺ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ജ്വാലയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. മിതമായ ചൂടാണ് ഇവിടെ കാണപ്പെടുന്നത്. മഞ്ഞ ഓറഞ്ച് നിറത്തുള്ള വ്യത്യസ്ത ഷേഡാണ് ഇവിടുത്തെ നിറം എന്ന് പറയുന്നത്. അപ്പൊ മധ്യമേഖലയുടെ പേര് മിഡിൽ സോൺ. മിഡിൽ സോണിന്റെ പേര് മറ്റൊരു പേരാണ് ഫ്ലെയിം സോൺ എന്ന് പറയും. ഇവിടെ വെച്ച് പഠിച്ചെടുത്ത് പൊക്കോ മക്കളെ. ഫ്ലെയിം സോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മധ്യമേഖലയുടെ പേര് ഫ്ലെയിം സോൺ എന്നാണ്. തീജ്വാലയുടെ ഏറ്റവും വലിയ ഭാഗമാണിത്. ഇവിടെ മിതമായ ചൂടാണുള്ളത്. മഞ്ഞ ഓറഞ്ച് നിറത്തുള്ള വ്യത്യസ്ത ഷേഡുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ആവശ്യത്തിന് എന്ത് കിട്ടുന്നില്ല? ഓക്സിജൻ ഇല്ല എന്ന പോയിന്റ് മനസ്സിലാക്കണം. അപ്പോ ഇവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത മേഖലയാണ് ഫ്ലെയിം സോൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മധ്യമേഖലയാണ് ഫ്ലെയിം സോൺ ആണെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ഭാഗമാണെന്ന് പറഞ്ഞു. മിതമായ ചൂടാണ്. എന്നാൽ നേരത്തെ നമ്മൾ അകത്ത് ചൂട് വളരെ കുറവാണെന്ന് പറഞ്ഞു അല്ലെ? വളരെ കുറഞ്ഞ ചൂടാണെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ മിതമായ ചൂടാണ് പറഞ്ഞത്. മഞ്ഞ ഓറഞ്ച് നിറവും പറഞ്ഞു. ക്ലിയർ? ഇനി അടുത്തത് പുറം മേഖല അല്ലെങ്കിൽ ഔട്ടർ സോൺ. ഹീറ്റ് റേഡിയേഷൻ സോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ തീജ്വാലയുടെ ഏറ്റവും പുറത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഹീറ്റ് റേഡിയേഷൻ സോൺ. എന്താണ് ഹീറ്റ് റേഡിയേഷൻ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തീജ്വാലയുടെ ഏറ്റവും ചൂടേറിയ ഭാഗമാണ്. തീജ്വാലയുടെ ഏറ്റവും ചൂട് കുറഞ്ഞത് ഏറ്റവും അകത്തും, ഒരു മിതമായ ചൂട് മധ്യത്തിലും, ചൂടേറിയ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പുറത്തെ ഭാഗമാണ്. തിളക്കമില്ലാത്ത നീല നിറത്തിൽ കത്തുന്ന ഭാഗമാണ്. നീല നിറത്തിൽ കത്തുന്ന ഭാഗമാണ്. ഇവിടെ ഓക്സിജന്റെ പരിധി അധികമുണ്ട്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണ ജ്വലന മേഖലയാണെന്ന് പറയാം. ഓക്സിജന്റെ പരിധി അവിടെ കൂടുതലാണ്. അതുകൊണ്ട് പൂർണ്ണ ജ്വലന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് റേഡിയേഷൻ സോൺ എന്ന് വിളിക്കുന്ന പുറം മേഖല. ക്ലിയർ ആണോ? അപ്പൊ പുറം മേഖലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹീറ്റ് റേഡിയേഷൻ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. തീജ്വാലയുടെ ഏറ്റവും ചൂടേറിയ ഭാഗമാണിത്. തിളക്കമില്ല, നീല നിറത്തിലാണിത് കത്തുന്നത്. തിളക്കമില്ലാത്ത നീല നിറത്തിൽ കത്തുന്ന ഭാഗമാണിത്. ഓക്സിജന്റെ പരിധി ഇല്ലാത്ത വിധം, അതായത് ഓക്സിജൻ ധാരാളം കിട്ടുന്നത് പുറം മേഖലയായ ഹീറ്റ് റേഡിയേഷൻ സോണിനാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ജ്വലന മേഖല എന്നറിയപ്പെടുന്നതും ഹീറ്റ് റേഡിയേഷൻ സോണാണ്. പൂർണ്ണമായ ജ്വലന മേഖല എന്നറിയപ്പെടുന്നതും ഹീറ്റ് റേഡിയേഷൻ സോണാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഹീറ്റ് റേഡിയേഷൻ സോണിനെ കുറിച്ച് പറഞ്ഞാൽ തീജ്വാലയുടെ ഏറ്റവും ചൂടേറിയ ഭാഗമാണ്. തിളക്കമില്ലാത്ത ഭാഗമാണ്. നീല നിറത്തിൽ കാണുന്ന ഭാഗമാണ്. അതുപോലെ ഓക്സിജന്റെ പരിധിയില്ലാത്ത സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണ ജ്വലനമാണ്. ക്ലിയർ ആണല്ലോ പോയിന്റ്? അപ്പൊ നീല നിറം മറക്കണ്ട. മറ്റിടത്താണെങ്കിൽ ചുവപ്പും അതുപോലെ ഓറഞ്ച് നിറമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസണിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗം ഒക്കെ ആണല്ലോടാ അല്ലെ?